PSC ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കാൻ പോകുന്നത്. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കുമെന്നുള്ളതാണ് ചോദ്യം. എളുപ്പമാണ്. കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും ഒക്കെ നമുക്ക് നമുക്ക് ഇക്വേഷൻസ് അറിയാം, ഫോർമുലാസ് അറിയാം, നമുക്കത് പഠിച്ചു വെച്ചാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂട്ടുപലിശ ചേർത്ത തുകയുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? P × 1 + R/100 എന്നുള്ളതാണ്. P എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ തുക വരും, R എന്ന് പറയുന്നത് പലിശ നിരക്ക്, N എന്ന് പറയുന്നത് ഇവിടുത്തെ എത്ര കാലാവധി, എത്ര സമയം നമ്മൾ പൈസ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ നമുക്ക് 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും എന്നുള്ളത്, അതായത് പലിശ ചേർത്ത തുക എത്ര ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കിയേക്കാം. P എത്രയാണ്? 6 ലക്ഷം രൂപ. അപ്പോൾ 6 ലക്ഷം × 1 + R എത്രയാണ്? ഇവിടെ പലിശ നിരക്ക് 5 ആണ്. അപ്പോൾ 5/100. N എത്രയാണ്? എത്ര കാലത്തേക്കാണ്? 3 വർഷത്തേക്ക് അല്ലേ? ഇതൊന്ന് നമ്മൾ എളുപ്പത്തിന് ചെയ്താൽ മതി. ഇത് സുഖമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 105 ഒന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഇതിൻ്റെ ക്യൂബ് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ച് എഴുതുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്ത് ചെയ്യുക? അതിനെ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാം. അതായത് 105/100നെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊട്ട് ഇവിടെ 21, ഇവിടെ 20 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 6 ലക്ഷം × 21/20ൻ്റെ ക്യൂബ്. ഇതിൻ്റെ ക്യൂബ് നമുക്കറിയണ്ടല്ലോ, ഒരു 25 വരെയൊക്കെ ഉള്ളതിൻ്റെ സ്ക്വയറും ക്യൂബൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായിരിക്കും എളുപ്പം പറ്റുക. അപ്പോൾ 6 ലക്ഷം × 21ൻ്റെ ക്യൂബ് വരുന്നത് 9261 എന്നുള്ളതാണ്. 20ൻ്റെ ക്യൂബ് എത്ര വരിക? 8000 എന്നുള്ളതാണ് വരിക. അപ്പോൾ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 8ഉം 600ഉം കൂടി ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് 7 8 56, 40 5 75 എന്ന് വരും. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 75 × 9261. നമ്മൾ കാൽക്കുലേഷനൊക്കെ ഒന്ന് സ്പീഡാക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6,94,575 എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതെന്ത് ചെയ്യുക? ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് നമ്മൾ ക്യൂബും സ്ക്വയറൊക്കെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എളുപ്പത്തിൽ ആൻസർ കിട്ടും.